KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പുനലൂർ ഡിപ്പോയിൽ ധർണ നടത്തി. KSRTC മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ചാണ് ധർണ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ സ്ഥലം മാറ്റം പുനഃപരിശോധിക്കുക, ബദലി അസിസ്റ്റന്റുമാരെ പുറത്താക്കിയ നടപടി പിൻവലിക്കുക, ഇൻസ്പെക്ടർ വിഭാഗം ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണത്തിലെ അപാകത പരിഹരിക്കുക, പ്രൊമോഷനുകൾ അനുവദിക്കുക, NBS വിഹിതം അടയ്ക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും CITU ജില്ലാ വൈസ് പ്രസിഡന്റുമായ MA രാജഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ സ്വാഗതം പറഞ്ഞുകൊണ്ട് രാജീവ് നിങ്ങളോട് സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവനക്കാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ധർണാ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത്, ഒന്ന്, നമ്മളെല്ലാം ഉന്നയിക്കുന്നത് നമ്മുടെ വിഷയം എന്താണെന്നുള്ളത് തൊഴിലാളികളുടെ ധാരണയാകണം. അതിനേക്കാൾ പ്രധാനമാണ് KSRTC ജീവനക്കാർ ഒരു പുതിയ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ഉന്നയിക്കുന്നതാണോ, KSRTCയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണോ, ഈ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കാൻ ഉതകുന്നതാണ്. ഇതൊക്കെ ജനങ്ങൾ ഈ സമയത്തെ നോക്കിക്കാണുമ്പോൾ അവർക്ക് പല ഉത്കണ്ഠകളുണ്ട്. കാരണം നിർഭാഗ്യവശാൽ നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ പൊതുവെ നമ്മുടെ നാടിന്റെ ഒരു മാറിയ കാലത്ത് എല്ലാത്തരം തൊഴിലാളികൾക്കും എതിരായിട്ടാണ് അവർ എഴുതുന്നതും അവർ വാർത്തകൾ ഉണ്ടാക്കുന്നതുമെല്ലാം. ഇപ്പോൾ സാധാരണഗതിയിൽ KSRTC അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഇതൊരു സാധാരണക്കാരോട് ചോദിച്ചാൽ ആദ്യം പറയുന്നത് ഒന്ന് ജീവനക്കാരുടെ കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ ജീവനക്കാരുടെ തൊഴിലില്ല. ആ പൊതുബോധമാണ് സൃഷ്ടിച്ചത്. ഈ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇപ്പോൾ സെയിൽസ് പ്ലാനുകളിലായി, ഓൺലൈൻ ബിസിനസ്സായി. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് തൊഴിലാളികളെ കുറിച്ച് ചോദിച്ചാൽ ഒരു ഭിന്ന വിവേചനമാണ്. KSRTE യൂണിറ്റ് പ്രസിഡന്റ് T സുഭാഷ് അധ്യക്ഷത വഹിച്ചു. V രാജീവ്, ഷാജു സുരേന്ദ്രൻ, D ബാബു, U റസീബ, S ശ്രീലത, V വിജയലത, സാബു V തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.